കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പുറത്തു പറയാൻ മാനക്കേടുണ്ടാവും. ഇയാള് പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം. ഒരു ജോഡി കമ്മല്. അളിയൻ കമ്മലൊക്കെ ഇട്ട് തുടങ്ങിയ അത് ഈ പ്രായത്തില്? അളിയ, ഈ നമ്മൾ ആണുങ്ങൾ ജോഡിയായിട്ട് കമ്മലിടില്ല, ഒറ്റ കതിലിടും. ഇതുപോലെ. ഇത് ആണുങ്ങൾ ഇടുന്ന തരം അല്ലടാ, പെണ്ണുങ്ങൾ ഇടുന്ന സ്വർണ്ണ കമ്മല്. ആഹാ, അതിപ്പം ചേച്ചിക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചതല്ലേ, പിന്നെന്തിനാ അത് തിരിച്ചു തരാൻ പറയുന്നത്? അതോ ആളിന് ഇനി പുതിയ വല്ല സെറ്റപ്പും തുടങ്ങിയോ? ഞാനിങ്ങേരുടെ ഡ്രസ് വാഷ് ചെയ്യാൻ എടുത്തതാ. അപ്പൊ ഷർട്ടിന്റെ പോക്കറ്റില് 2 കമ്മല്. എനിക്കുള്ള ഗിഫ്റ്റാന്ന് കരുതി ഞാനത് എടുത്തു. എന്താ കുഴപ്പമുണ്ടോ? നീ അതങ്ങനെ ഇപ്പൊ എടുക്കണ്ട, അതിങ്ങോട്ട് തിരിച്ചു കാടി. പിന്നെ ആർക്കാളിയാ കമ്മല്? സത്യം പറയാൻ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവൂടാ. അത് വെറും കമ്മലല്ല, സ്വന്തം ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ സഹധർമ്മിണി കണ്ണീരോടെ ഊരിക്കൊടുത്ത കർണാഭരണോ. ഇയാളെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ശാരദാമ്മ ചികിത്സാ ചെലവിനായി പണയം വെച്ച കമ്മല്. കമ്മലിനൊപ്പം ആ ഹോസ്പിറ്റലിൽ ക്യാഷ് അടച്ചതിന്റെ റെസിപ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെയാ ഞാനത് തിരിച്ചറിഞ്ഞത്. അപ്പോ ഒരു പ്രണയം വീണ്ടും തളിരടിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് കൊടുത്ത മുദ്രമോതിരം പോലെ കാണുന്തോറും വീണ്ടും ഓർക്കാലോ. അല്ല, സംഗതി ഇപ്പൊ എവിടെ ഉണ്ട് ചേച്ചി? അതെന്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. നമുക്കത് ഇടിച്ചു ചളക്കി ഏതെങ്കിലും അഴുക്ക് ചാലിൽ ഇട്ടാലോ ചേച്ചി? അത് വേണ്ടടാ, ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളയാം. ഇങ്ങേരുടെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞിട്ട് ഇങ്ങേരുടെ കൺമുന്നിൽ വെച്ച് തന്നെ അത് ചെയ്യാനാ ഞാൻ കാത്തിരുന്നത്. ശാരദാമ്മയുടെ ജിമ്മിക്ക് കമ്മൽ എന്റെ ചേച്ചി കട്ടോണ്ട് പോയേ. വേണ്ട, എന്റെ അളിയന്റെ ബ്രാൻഡ് കുപ്പി ഞാനങ്ങ് കുടിച്ചു തീർത്തേ. നിർത്തണ. ശാരദാമ്മയുടെ ജിമ്മിക്ക് കമ്മൽ എന്റെ ചേച്ചി ഫ്ലഷ് ചെയ്തേ. എന്നോടാ പറഞ്ഞത് വേണ്ടെന്ന്. ശാരദാമ്മയുടെ ജിമ്മിക്ക് കമ്മൽ എന്റെ ചേച്ചി കട്ടോണ്ട് പോയേ. നിന്റെ പൊണ്ടം കലക്കിഞ്ഞ നീയൊക്കെ കൂടി ആ കമ്മല് ഫ്ലഷ് ചെയ്യുമല്ലേ? കൊല്ലൂടെ നിന്നെ ഞാൻ. പരിഹാസത്തിനൊരു അതിരുണ്ട്. കമ്മല് ഫ്ലഷ് ചെയ്യുമല്ലേ? എന്റെ തന്നെ അധ്വാനം കൊണ്ട് തിന്ന് ചീർത്ത ഈ ചള്ള വയറ്റിലേക്ക് കുത്തി കേറ്റിക്കളഞ്ഞ. മിണ്ടിപ്പോരുത് നീ. നിനക്കും കൂടി ഉള്ളതാ യവന് കൊടുത്തത്. ഗോപാലകൃഷ്ണൻ വെറും മണ്ണുണ്ണിയും മണ്ടനുമാണെന്ന് കരുതിക്കളയരുത്. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ലടി. ഇനി എന്റെ എന്തെങ്കിലും കാര്യത്തിൽ തലയിടാൻ വരുമ്പോ ഇത് ഓർമ്മിച്ചാ മതി. ആ കമ്മലല്ലടി ഇത്. കൊണ്ടുപോയി ഇവിടെ. കൊണ്ടുപോവാ. നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? ഭാഗ്യം കൊണ്ട് തല പോയില്ലേ ചേച്ചി. ഇനി നമ്മൾ നിക്കങ്ങളെ കുറച്ച് സൂക്ഷിച്ച് വേണം ചേച്ചി. അളിയനിപ്പോ എന്തും ചെയ്യാൻ മടിയില്ലെന്ന് മനസ്സിലായില്ലേ? കൂടെ കിടക്കുന്ന ആളാണെന്ന് മറക്കണ്ട.
എവിടെ എവിടെ പോയി കാണുന്നില്ലല്ലോ. അയ്യോ വരണ്ട്. തുടങ്ങാം. അയ്യോ 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 എന്റെ കയ്യേ. അയ്യോ അയ്യോ വയ്യായേ. അയ്യോ കൈ പൊക്കാൻ വയ്യേ. കൈ പോയി. അയ്യോ അയ്യോ കയ്യോ. അയ്യോ എന്താണാവോ? വയ്യ കുട്ടി. രണ്ട് കൈക്കും ഭയങ്കര വേദനയാ. എന്തുകൊണ്ടാണാവോ? ഇത്രയും ഭാരെടുത്ത് എത്ര ദൂരം നടന്നു. പിന്നെ തന്നെ എടുത്ത് സ്റ്റെപ്പും കയറി. അതെ, ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ എടുത്തോണ്ട് നടന്നേ? പിന്നെ കാലില്ലിമുള്ള കൊണ്ടിട്ട് ഇയാളവിടുന്ന് പറന്നു വരുമായിരുന്നോ? അല്ല. അതെ അതെ അതെ, എന്റെ കാര്യം അന്വേഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഭർത്താവല്ലേ, പിന്നെ ഭാര്യയുടെ കാര്യം അന്വേഷിക്കണ്ടേ? ഇയാളെന്റെ കാര്യം അന്വേഷിക്കില്ലെന്ന് കരുതിയിട്ട് എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ എന്റെ മുട്ടേ. അയ്യോ എനിക്കിത് എന്റെ ഈ മുട്ടിനെ വേദന. ഞാൻ ഇനി എങ്ങനെ പുഷപ്പെടുക്കുക? അയ്യോ പറ്റൂല പറ്റൂല. ശരി, ഞാൻ അന്വേഷിച്ചില്ലെന്ന് വേണ്ട. കൈവേദനയാണെങ്കിലേ എഴുന്നേക്ക, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അല്ല, ഇതങ്ങനെ മറന്ന വേദനയല്ല. പിന്നെ അത് ഈ വേദന എന്താന്നറിയോ? ഈ തണുത്ത തറയിൽ കിടക്കുന്നോണ്ടാ. ബെഡിൽ കിടന്നാ മാറും. എന്നാ അപ്പുറത്തെങ്ങനെ പോയി ബെഡിൽ കിടന്നു? അതല്ല, അത് ശരിയാവില്ല. അതാ. പിന്നെ അത് ഈ ബെഡിൽ കിടന്നാലേ മാറും. കിടന്നു. സത്യം കിടക്കാം. അല്ല, ഇതെങ്ങോട്ടാ? ഞാൻ താഴെ കിടന്നോളാം. അത് വേണ്ട. പിന്നെ ഞാൻ തന്നെ താഴെ കിടന്നോളാം. മനുഷ്യനും പുറത്ത്. അല്ല, ഇപ്പൊ കൈവേദന പോയോ? പോയി. പിന്നെ കൈയൊടിയുന്നായിരുന്നു. മനസ്സാക്ഷിയില്ലാത്ത താടകം. കൂർക്കമ്മലി മാറണമെങ്കിലും ബെഡിൽ കിടക്കണമായിരിക്കും. അങ്ങനിപ്പോ വേണ്ട. എന്നെ എടുത്തോണ്ട് നടന്ന് കൊറേ സുഖിച്ചതല്ലേ? അതിനാരാ സൂചിച്ചേ? ശല്യപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കും. ഓർമ്മയില്ല. മരുന്ന് കഴിക്കേ.
ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ. സമയം രാത്രിയായി. ഈ ചെറുക്കൻ ഇത് എവിടെ പോയി കിടക്കുക? വയ്യാത്തൊരാൾ ഇവിടെ ഉണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ല. അറിയുകയും കേൾക്കയില്ലാത്ത നാട്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാ ആരുണ്ട്? അവൻ ആ പെണ്ണിന് പിന്നാലെ ചുറ്റാൻ പോയതെന്നാ എനിക്ക് തോന്നുന്നേ. ഏയ്, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അവൻ അതിനൊന്നും പോവില്ല. എന്തൊക്കെ പറഞ്ഞാലും കുടുംബസ്നേഹം ഉള്ളവനാ രാജീവ്. ഇനി മുതൽ ഇതാ നിന്റെ വീട്. എന്ത് ധൈര്യമാടാ നിനക്ക്? വല്ല തെണ്ടി പെണ്ണുങ്ങളെ കൂട്ടി വീട്ടിലേക്ക് കയറാൻ? ഇത് തെണ്ടിപ്പെണ്ണൊന്നും അല്ല, എന്റെ ഭാര്യ. കല്യാണം കഴിക്കാതെ എങ്ങനെയാണോ ഭാര്യയാവുന്നത്? അല്ലാത്ത ബന്ധങ്ങൾക്ക് പേര് വേറെയാ. ശാരിക ഞാൻ കല്യാണം കഴിച്ചമ്മേ. ഞാൻ കെട്ടിയ താലിയാ അവളുടെ കഴുത്തിൽ കിടക്കുന്നേ. അങ്ങനെ എവിടെയെങ്കിലും വെച്ച് ഒരു താലി കഴുത്തി കെട്ടിയാ അത് കല്യാണമാവോ? ഞാൻ ഈ ബന്ധം അംഗീകരിക്കില്ല. അമ്മ പൊറുക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. അമ്മ ഈ ബന്ധം അംഗീകരിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണം. ആരാടി നിന്റെ അമ്മ? അനിയത്തേക്കാ കേമിയാ നീ. അവള് 10 പൈസ ചെലവാക്കാതെ സത്യഭാമയുടെ മകനെ കെട്ടി. കോളേജിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത നീ കോളേജ് ലെക്ചറേയും കെട്ടി. സ്ത്രീധനമായി ചോദിച്ച 30 പവൻ പോയിട്ട് 3 പവൻ പോലും തരാനില്ലാതെ വിജയലക്ഷ്മിയുടെ വീട്ടിൽ കയറാൻ ചായക്കടക്കാരിയുടെ തലയിലുദിച്ച ബുദ്ധി നടക്കില്ല മോളെ. വിജയലക്ഷ്മിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ കല്യാണം ഞാൻ അംഗീകരിക്കില്ല. ഈ കുരുട്ട് ബുദ്ധി ഇവളുടേതാവില്ല വിജയേ. ഇതിന് പിന്നിൽ ശാലിനി തന്നെയാ. ഇതുപോലത്തെ നാടകങ്ങളൊക്കെ ആടാൻ മിടുക്കിയ അവള്. രാജീവേ, ഇവളെ ഇറക്കി വിട്ടിട്ട് ഗേറ്റ് അടച്ചു വന്നാ നിനക്ക് ഈ വീട്ടിൽ കയറാം. അതോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണോ? അമ്മയും അമ്മാവനും അറിയാതെ കല്യാണം നടത്തിയത് തെറ്റായിപ്പോയി. മാപ്പ് തരണം അമ്മേ. എന്നെ സ്വീകരിച്ച് അനുഗ്രഹിക്കണം. ശരി അമ്മേ. അമ്മേ, എന്റെ ഭാര്യയുടെ മേത്ത അമ്മ ഇപ്പൊ കൈവച്ചേ. നിന്റെ ഭാര്യ അല്ലടാ ഞാൻ. ദാ, അമ്മേ, നീ കെട്ടിയ താലി ഇവളിപ്പോ നിന്റെ ഭാര്യയല്ല, അന്യായൊരു പെണ്ണ്. ഇനി എന്റെ മോന്റെ കൺവെട്ടത്ത് പോലെ നീ വന്നു പോവരുത്. ഇറങ്ങി പോടി ഇവിടുന്ന്.
ശാരി ഇടാ അവിടെ നിക്കാൻ. എന്താ അമ്മ കാണിക്കുന്നേ? തൊട്ടുപോരുന്നോളെ അമ്മ നീ ഇതുകൂടി കൊണ്ടുപോയി ഷാവുമേ. ശാരികേച്ചിയുടെയും രാജീവ് സാറിന്റെയും വിവാഹം കഴിഞ്ഞ കാര്യം വിജയന്റെ അറിയുമ്പോ ഈശ്വര, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പോത്തുപോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടില്ല. ഇവിടെ കിടക്കുക, ഇവിടെ കിടക്കുക എന്റെ ചക്കര. അടുത്ത് കിടക്ക്. ഇങ്ങോട്ട് ചേർന്ന് കിടക്കടോ, ഇങ്ങനെ. അതെ, ഈ മെഡിസിൻസ് പുറത്തുനിന്ന് വാങ്ങണം. ഈ 2 എണ്ണം ഇവിടുത്തെ ഫാർമസിയിൽ നിന്ന് കിട്ടും. ഈ മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങണം. ഈ 2 എണ്ണം അല്ലേ? ആ, ഈ 2 എണ്ണം. ഹലോ ഹലോ, ഞാനാ. ആരാ? മനസ്സിലായില്ല. ഹലോ, എന്റെ പേര് ശാരിക, കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയുടെ മകൾ. എന്റെ കഴുത്തിൽ ഇന്നലെ ഒരു പുരുഷൻ താലി കെട്ടിയിരുന്നു. അയാളുടെ നമ്പറാണെന്ന് കരുതി വിളിച്ചതാ. സോറി.